നമ്മൾ കണ്ണമാലിയിലേക്ക് വന്നു. അവിടെ കനത്ത മഴയെ തുടർന്ന് കടൽക്ഷോഭം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, കണ്ണമാലിക്കാർ ഈ മഴക്കാലത്ത് പറയുന്നതല്ല, അത് കഴിഞ്ഞ മഴക്കാലത്തും പറഞ്ഞതല്ല, അവർ പതിറ്റാണ്ടുകളായി പറയുന്ന പ്രശ്നമാണ്. ഇപ്പോഴും അതേ പ്രശ്നം, അതേ തീവ്രതയിൽ, അതേ വേദനയോട് അവർ ആവർത്തിക്കുന്നു. എന്താണ് ഇന്നത്തെ കണ്ണമാലിയുടെ കാഴ്ച, വിഷ്ണു? ഹാഷ്മി, 4-ാം ദിവസമാണ് കണ്ണമാലി പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണമാലി പല്ലിക്ക്, കണ്ണമാലി ബീച്ചിനുമെല്ലാം സമീപത്തായാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കടൽ അടിച്ചു കയറുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ ജിയോ ബാഗും അതോടൊപ്പം തന്നെ വാടയും എല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പൊട്ടിച്ച് കടൽ അകത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ രാത്രി സമയങ്ങളിലൊക്കെ വീടുകളിലേക്കടക്കം, ഉച്ചയ്ക്ക് ശേഷം വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടി വലിയ കാറ്റ് സംഭവിക്കുകയും ഈ വീടിന് ഷീറ്റിൻ്റെ മേൽക്കൂരയൊക്കെ പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായ ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഷീറ്റുകൾ തകർന്ന് പോകുന്നുണ്ട്. അങ്ങനെ കാറ്റും അതോടൊപ്പം തന്നെ ഉയർന്നടിക്കുന്ന തിരമാലയും ഒക്കെയാണ് കണ്ണമാലിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ നാട്ടുകാരോടൊക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു നടപടിയും ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഈ പ്രതിഷേധമൊക്കെ ശക്തമാക്കി റോഡ് അടച്ചുള്ള പ്രതിഷേധമൊക്കെ അവർ നടത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല. ചെല്ലാനം മോഡൽ എന്ന് നമ്മൾ വലിയ അഭിമാനത്തോടുകൂടി പറയുമെങ്കിലും അത് ചെല്ലാനത്ത് മാത്രം ഒതുങ്ങിപ്പോയി. ചെല്ലാനത്തിനിപ്പുറത്തേക്ക് കണ്ണമാലിയും ചെറിയ കടവും ഒക്കെ ആ ദുരിതത്തിൽ ഇപ്പോഴും ദുരിതത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ട്. വലിയ ഈ ആളുകളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അവർ അത്തരത്തിൽ ആളുകൾ ഒരു തരത്തിലുള്ള ഇടപെടലും വരുന്നില്ല എന്നാണ് പറയുന്നത്. ചേച്ചി, കുറേ ദിവസമായില്ലേ ഈ പ്രശ്നം? ഇപ്പൊ 5-ാമത്തെ ദിവസമാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ രാത്രിയൊക്കെ ഒന്നും ഉറങ്ങുന്നില്ല. ഞങ്ങൾക്കൊക്കെ പേടിയാണ്, ഇത് ഇടിഞ്ഞുമ്പോൾ ഞങ്ങൾക്ക് വീഴുമെന്നൊക്കെ ഓർത്തിങ്ങനെ. രാത്രിയും കടലുകയറ്റവും പകലും കടലുകയറ്റം. ഇത് എവിടോട്ട് ഓടാനാണ് ഞങ്ങൾക്ക് ഓടാൻ സ്ഥലവും കൂടി ഇല്ല. ഇത് ഞങ്ങൾ ആരോടാ ചെന്ന് പറയേണ്ടത്? ഇത് ഈ ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഞങ്ങൾ അന്വേഷിക്കാൻ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഞങ്ങളെയൊക്കെ? ഇങ്ങനെ ആ പാർട്ടിക്കാർ ഈ പാർട്ടിക്കാരൊക്കെ എല്ലാവരും വരുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ മനുഷ്യരല്ലേ ഇവിടെ ജീവിക്കുന്നത്? എങ്ങനെ കഴിയുന്നെന്ന് ഇവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം വരുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ പറ അവരോട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ലെറ്ററോപ്പോട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അല്ലാണ്ട് ഞങ്ങൾ സമ്മതിക്കല്ല. അങ്ങനെ ഇത്തവണ കുറച്ച് പ്രശ്നം കൂടുതലാണ് കഴിഞ്ഞ തവണത്തേക്ക്. അതെ, ഈ പ്രാവശ്യം ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മക്കളൊക്കെ ഒന്നും ജോലിക്ക് പോകുന്നില്ല. ഞങ്ങളിത് ഇവിടെ വരുമ്പോഴേക്ക് ഞങ്ങളുടെ വീടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതുകൊണ്ട് ഞങ്ങൾ ജോലിക്കും പോകണം. ഞങ്ങൾ ചേട്ടനൊക്കെ പാടില്ലാത്ത സുഖമില്ലാത്ത ആൾക്കാരൊക്കെ എന്തൊക്കെ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഹാഷ്മി, ഈ പ്രതികരണങ്ങൾ അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി പറയുന്നതാണ് അവർ. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല. എത്രയോ തവണ അവർ ആവശ്യപ്പെട്ടതാണ് ഈ ടെട്രോപോഡ്, അതായത് ചെല്ലാനം മാതൃകയിൽ ഇങ്ങോട്ട് തുടർച്ചയായും വേണമെന്ന്. അതിൻ്റെ ഫണ്ടൊക്കെ പാസ്സായി എന്ന് ഓരോ മഴക്കാലം വരുമ്പോൾ കഴിഞ്ഞ തവണ ഇത് റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ ഇതിന് പിന്നാലെ റോഷി അഗസ്റ്റിനും അതോടൊപ്പം സജി ചെറിയാനും ഒക്കെ ഈ പ്രദേശത്തേക്ക് എത്തി ഇവർക്ക് ടെട്രോപോഡ് നൽകുന്നു എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയതാണ്. പക്ഷേ ഇതുവരെ ടെട്രോപോഡ് എത്തിയിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 11-12 മണിയോട് അടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കടൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അത് 1 മണി 2 മണിയോടുകൂടി അതിരൂക്ഷമാകും. ജൂൺ 3 വരെ ഈ കടൽ കയറ്റം ഇങ്ങനെ തുടരും. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം. രാത്രി ഉറങ്ങാൻ പറ്റില്ല, ഇടിഞ്ഞു പൊളിഞ്ഞ് തലേ വീഴുമോ എന്ന് പേടിച്ചു ഒറ്റ പ്രതികരണം മാത്രം മതി. അത്രമാത്രം ഭീകരമാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പക്ഷേ നമുക്ക് നേർക്കുനേർ അനുഭവം ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പൊള്ളൽ, അതിൻ്റെ വേദന ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു വരില്ല. പക്ഷേ അതിദയനീയമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരാണ്. ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ കേൾക്കുന്നതിൽ കേൾക്കട്ടെ.